അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, വെറും 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ പുരുകം നല്ല ഭംഗിയായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അത് മാത്രമല്ല ഇന്നത്തെ എന്റെ വീഡിയോ അത് അങ്ങനെ ഹെന്ന പല രീതിക്ക് ഹെന്ന ചെയ്യണത്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും എന്നെ ഒന്ന് സപ്പോർട്ടും ഒക്കെ ചെയ്യണേ. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ട് എനിക്ക് പിരികം പറിക്കാനോ ഹെന്ന ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള അവസരത്തിൽ ഇപ്പം നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്കൊന്ന് പോകണം, അത്യാവശ്യത്തിന് എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറിക്കാനോ പാർലറിൽ പോകാനോ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിൻ്റെ പുറത്തു കൂടി ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ തന്നെ നമ്മുടെ പുരുകം ഒന്ന് നല്ല ഭംഗിയായിട്ട് തോന്നിക്കോളും. നമ്മൾ എഴുതിയതാണെന്ന് തോന്നത്തുമില്ല. എന്നാൽ പിന്നെ നമ്മൾ പുരുകം പറിച്ചിട്ടില്ല എന്നും ദൂരേന്ന് പെട്ടെന്ന് ഒറ്റ ഒരു ലുക്കിന് നമുക്ക് തോന്നാതിരിക്കാനായിട്ട് നമുക്കത് പുരുകം ഒന്ന് എഴുതി കൊടുക്കാം. അപ്പൊ ഞാൻ അത് എഴുതി കൊടുക്കണം ഒന്ന് കാണിച്ചു തരാം. നമുക്ക് നമ്മുടെ പുരുകത്തിന്റെ ഇതറിയാമല്ലോ, ഷേപ്പ് നമുക്കറിയാമായിരിക്കുമല്ലോ. അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ ഇരുന്നോളും. അപ്പൊ ഞാൻ എഴുതി. അപ്പൊ നിങ്ങക്ക് പെട്ടെന്ന് നോക്കുമ്പോ തോന്നുന്നില്ലല്ലോ ഞാൻ പുരുകം പറിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുണ്ടോ, ഞാൻ എഴുതാത്ത പുരുകവും എഴുതിയ പുരുകവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നത്തില്ല നമ്മൾ എഴുതിയിട്ടുണ്ടെന്ന്. അപ്പൊ നമുക്ക് എവിടെയെങ്കിലും ഫംഗ്ഷന് പോവുകയും ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, ഇന്നത്തെ എന്റെ വീഡിയോ നമുക്ക് ഇങ്ങനെ ഒരു അവസരത്തിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് നമ്മുടെ പുരുകമൊക്കെ പറിക്കും, നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പമായിട്ട് പുരുകം എങ്ങനെ പറിച്ചെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു പ്ലക്കറാണ്. അപ്പോൾ ഈ പ്ലക്കറും കൊണ്ട് നമ്മൾ പറിക്കുമ്പോൾ പലർക്കും പേടിയുണ്ടാവും, ഇത് പറിക്കുമ്പോൾ വേദന ഉണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ വേദന എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം മുഖം ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്കിന്നൊന്ന് നന്നായിട്ട് സോക്കാവും. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേദന എടുക്കത്തില്ല. അപ്പോൾ ഞാനിപ്പോൾ പറിക്കാൻ പോവുകയാണ്. അപ്പം ഞാനത് എങ്ങനെയാണ് പറിക്കണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് എഴുതി വെച്ചിട്ട് പറിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാതെ തന്നെ തെരുതെരേന്ന് ഇങ്ങനെ പറിച്ചെടുക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്നവരാണെങ്കിൽ പ്രശ്നമില്ല, അല്ലാണ്ട് തന്നെ പറിച്ചെടുക്കാം. അപ്പം നമുക്ക് പറിച്ചെടുക്കാം. ഇത് കണ്ട എൻ്റെ പുരുകം ശരിക്കും വളർന്ന് നിൽക്കുവാണ് കേട്ടോ. ദൂരാണ് വളർന്നു നിൽക്കണേന്ന്, നന്നായിട്ട് വളർന്നിട്ടുണ്ട് എൻ്റെ പുരുകം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതും കൊണ്ട് പറിച്ച് കഴിഞ്ഞിട്ടുള്ള ലുക്ക് കാണാം. അപ്പോൾ നമ്മൾ പുരുകം പറിക്കുന്നതിന് മുന്നേ നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ണാടി നമ്മുടെ കയ്യിൽ വെക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം ഇതിന്റെ ഒരു വശത്തൂടെ നമുക്ക് വലിയതായിട്ട് കാണാനും പറ്റും, ഒരു വശത്തൂടെ കുഞ്ഞതായിട്ട് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് പുരുകം പറിക്കാനായിട്ട് വലിയ വശത്തോടെ നോക്കുകയും ചെയ്യാം. പറിച്ചു കഴിയുമ്പോൾ നമ്മുടെ പുരുകത്തിന്റെ ഷേപ്പ് നമുക്ക് ദൂരേന്ന് ആ ചെറിയ ഇതിലേക്കൂടെ നോക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് പറിക്കാം. ഇപ്പോൾ നമുക്കിങ്ങനെ വരച്ച് വെക്കുവാണെങ്കിൽ നമുക്കിങ്ങനെ നോക്കാതെ ആ ഷേപ്പിന് താഴെയുള്ളത് നമുക്ക് വേഗം വേഗം പറിച്ചെടുക്കാൻ പറ്റും. ഇപ്പം എനിക്ക് അലർജി ഉള്ളത് കാരണം കൊണ്ട് ഞാൻ എപ്പോൾ പുരുകം പറിച്ചാലും തുമ്മൂട്ടോ. അതുകൊണ്ടാണ് എനിക്കെൻ്റെ മൂക്കൊക്കെ നിറഞ്ഞു വരുന്നത്. ഇത് കണ്ടോ, അതെ കണ്ടോ ഹെയർ വരുന്നെന്ന്. അതുപോലെ ഇതാ ഇവിടുത്തെ ഇത്രയും ഭാഗത്തെ പുരുകം പോയില്ലേ, നമുക്ക് ബാക്കിയും കൂടെ പറിക്കാട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ താഴത്തെ വശം പറിക്കുമ്പോൾ ഇങ്ങനെ മുകളിൽ ഈ കൈ കൊണ്ടൊന്ന് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ പറിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേദന ഒരുപാട് എടുക്കത്തില്ല. അതുപോലെ നമ്മൾ പുരുകം പറിക്കുമ്പോൾ നമ്മൾ ആ പുരുകം ഏത് സൈഡിലേക്കാണ് വളർന്നു നിൽക്കുന്നത് ആ ഡയറക്ഷനിലേക്കാണ് നമ്മൾ വലിച്ചെടുക്കേണ്ടത്. അന്നേരമാണ് അത് ചോടോടെ പറഞ്ഞു പോരത്തുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോൾ മുറിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ടാകും.
അപ്പോൾ ഇതേ ഞാൻ എൻ്റെ ഒരു പുരുകം പറിച്ചു കഴിഞ്ഞു. വേണ്ട എത്ര ഭംഗിയായിട്ട് പറിച്ചെന്ന് താഴത്തെ ഉള്ളതെല്ലാം പറിച്ചു കളഞ്ഞു. വേണ്ട ഫുള്ള് താഴെയുള്ളതെല്ലാം പറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്തെ പുരുകത്തിൻ്റെ കണ്ട ഇതുപോലെ തന്നെ. ഇനിയിപ്പോൾ നമുക്ക് ഈ നടുക്കത്തെ പറിച്ചെടുക്കാം. അത് പിന്നെ ജസ്റ്റ് നമുക്ക് ഇങ്ങനെ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി. അപ്പം അത് നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഡയറക്ഷൻ നോക്കിയിട്ട് പറിക്കുക. അപ്പം നമുക്ക് വേദന എടുക്കത്തില്ല. നമ്മൾ അതുപോലെ തന്നെ അത് അതിൻ്റെ ചോട്ടിന്ന് പോരുകയും ചെയ്തോളും. അല്ലെങ്കിൽ ചിലപ്പോൾ മുടി പൊട്ടിപ്പോകും. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗവും പറിച്ചെടുക്കാം, പൊക്കത്തിലെ ഭാഗവും. യു കണ്ട പിൽക്കുമ്പറിക്കോ ഇത് ഞങ്ങളുടെ പകുതി ഇംഗ്ലീഷും പകുതി മലയാളമാണ്. കൂടുതൽ ഇംഗ്ലീഷും കുറച്ച് മലയാളം. Really? Yeah, I got Chithra. Then I sick. I drink water with this. Then it's come to pink some. Yeah. അവന് പനിയായിരുന്നു എന്നൊക്കെയാണ് അവൻ പറയണേ. അപ്പൊ ഞാനിത് ഒരെണ്ണം ഞാൻ ഫുള്ള് പറിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ പൊങ്ങി നിൽക്കണ മുടി എനിക്ക് വെട്ടണം. അതുപോലെ തന്നെ സെയിം ഇനി നമുക്ക് ഇപ്പഴത്തെ വശം കൂടെ പറിച്ചെടുക്കാം. You mean a car? Car? Yeah. For who? Let's go to the taxi with this. After me. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ഇതും കൂടെ പറിച്ചിട്ട് കാണാവേ. അതിനിപ്പോ പറിക്കുന്ന ഞാൻ കാണിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേ ഞാൻ 2 പുരുകവും പറിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നേരത്തെ എൻ്റെ പുരുക്കം കാട് കീറിയ പോലെ നിന്നത്? ഇനി ഇതിപ്പോൾ വെട്ടാനുണ്ട്. ഇത് കണ്ടോ, ഇവിടെ എൻ്റെ പുരുകത്തിൻ്റെ ആ ലൈനേന്ന് കയറി നിൽക്കുന്ന കണ്ടോ പുരുകം, അത് വെട്ടിക്കളയണം. നമ്മൾ ജസ്റ്റ് ചീപ്പിൻ്റെ ചെറിയ പല്ല് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ചീവി കൊടുത്തിട്ട് ഒന്ന് വെട്ടിയാൽ മതി. ആ എക്സ്ട്രാ അങ്ങ് നിൽക്കണത് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ ചെറിയ ചീപ്പുണ്ടല്ലോ അത് വെച്ചിട്ട് ചീവിയാൽ മതി. എന്നിട്ട് ഇത് ആ ലൈൻ ഒപ്പിച്ച് അതിൻ്റെ തുമ്പങ്ങ് കാണുന്നുണ്ടതാ കണ്ടോ. കണ്ടോ, അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി. അതുപോലെ ഇപ്പുറത്ത് ഒരു മാസമായിരുന്നു ഞാൻ എൻ്റെ പുരുകം പറിച്ചിട്ട്. എൻ്റെ പുരുകം വേഗം വളരും. ഇനിയിപ്പോൾ നിങ്ങളുടെ പുരുകമൊക്കെ എവിടെയെങ്കിലും പൊഴിഞ്ഞിട്ടുണ്ട്, എവിടെയെങ്കിലും ഒക്കെ സ്പേസ് ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് വിട്ടാൽ മതി. എൻ്റെ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കുഴി പോലെ കണ്ടോ, അവിടെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ ഇതങ്ങ് മാറും. പിന്നെ ഇവിടെയും ഇച്ചിരി പുരുകം കുറവുള്ള പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അപ്പം അതും അങ്ങ് ഇവിടെയൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഇടുവാണെങ്കിൽ ഇത് റെഡിയായി.
അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കണ്ടോ, വെറും 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിരുന്ന് നമ്മുടെ പുരുകം നല്ല ഭംഗിയായിട്ട് പറിച്ചെടുക്കാൻ പറ്റും. അത് പൊട്ടും കൂടി ഒന്ന് തൊടട്ടെ. പൊട്ടൻ്റെ ഒരു വീക്ക്നെസ്, അതും ബ്ലാക്ക് പൊട്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തൊടട്ടെ. കണ്ട ഇപ്പോൾ ഭംഗിയായില്ലേ? വെറും ഈ കുഞ്ഞൊരു സാധനം കൊണ്ട് നമ്മുടെ പുരുകം നമുക്ക് നല്ല വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് വെക്കാൻ പറ്റും. പിന്നെ പുരുകം നമ്മുടെ ഷേപ്പിലിരുന്നാൽ തന്നെ നമ്മുടെ ഒരു ലുക്കിൻ്റെ ഒരു 98%, 99% ആയി കഴിഞ്ഞു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ പുരുകം നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് പറിക്കാൻ പറ്റും. നാട്ടിലെത്രയാണ്, അതുപോലെ നാട്ടിൽ 100 രൂപയോ എത്രയാണ് പുരുകം പറിക്കുന്നതിന് എനിക്കറിയില്ല. ഞാൻ ഒരുപാട് കാലമായി നാട്ടിൽ പുരുകം പറിച്ചിട്ട്, അതുകൊണ്ട് അറിയില്ല. അപ്പം നമുക്ക് 100 രൂപ ആഴ്ചയിൽ ലാഭിക്കാം. എനിക്കാണെങ്കിൽ ആഴ്ചയിൽ പറിക്കണം എൻ്റെ പുരുകം. 2 ആഴ്ച കൂടുമ്പോൾ പറിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 100 രൂപ സമ്പാദിച്ചു കഴിഞ്ഞാൽ, ലാഭിച്ചു കഴിഞ്ഞാൽ നമുക്കതുകൊണ്ട് വേറെ സാധനം വാങ്ങിക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. അപ്പം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പുരുകം ത്രെഡ് കൊണ്ട് ഞാൻ പറിക്കാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് പറിക്കണേന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, അതുപോലെ വീട്ടിൽ സ്വന്തമായിട്ട് മുടി കട്ട് ചെയ്യണത്, അങ്ങനെ ഹെന്ന പല രീതിക്ക് ഹെന്ന ചെയ്യണത്, അങ്ങനെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും എന്നെ ഒന്ന് സപ്പോർട്ടും ഒക്കെ ചെയ്യണേ. അപ്പോൾ എല്ലാവരും എന്നും നല്ല ഹാപ്പി ആയിട്ടും നല്ല സുന്ദരികളായിട്ടും ഒക്കെ ഇരിക്കട്ടെ, സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ആയിട്ട് ഇരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. Bye.